നാട്ടുകല്ലിൽ തന്നെ ഏറ്റവും മുതിർന്ന BJP പ്രവർത്തകനായ പുലിക്കോടൻ ദാമോദരന്റെ കുടുംബത്തിനാണ് ഈ സുവർണാവസരം കിട്ടിയത്. ഗൃഹനാഥനായ ദാമോദരൻ ബളാൽ പഞ്ചായത്തിലെ 12ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തൊട്ടടുത്തുള്ള 11ാം വാർഡിൽ ഭാര്യയായ ശാരദയും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. അച്ഛനും അമ്മയും പോരാട്ടത്തിനിറങ്ങുന്നത് പഞ്ചായത്തിലേക്കാണെങ്കിൽ മകളായ പ്രശാന്തി മത്സരിക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലേക്കാണ്. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പ്രശാന്തിയുടെ കന്നിയംഗം. ചെറുപ്പം തൊട്ടേ BJPയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയില്ല. മകനും പറഞ്ഞു അമ്മേനെ നിർത്തണ്ട, നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ ഇവർ പറഞ്ഞു അതൊന്നും സാരമില്ല, ശാരദയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കട്ടെ. ഒരു അവസരം കിട്ടി, അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും നാട്ടുകാർ നൽകിയ പിന്തുണയിൽ വിശ്വാസം അർപ്പിച്ചാണ് അമ്മയായ ശാരദ മത്സരത്തിന് തയ്യാറാകുന്നത്. സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം. നിൽക്കാൻ കഴിയാന്ന് കുറേ പറഞ്ഞു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചു നിൽക്കണമെന്ന്. പിന്നെ നിന്നു. പിന്നെ അത് രാത്രി മുതൽ തീരുമാനിച്ചു. മോനും പറഞ്ഞു അമ്മക്ക് നിൽക്കാൻ ഇഷ്ടമെങ്കിൽ നിന്നോ. എല്ലാ പാർട്ടിയും എന്നോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോ, അമ്മ നിന്നോ, ഏട്ടി നിന്നോ, എല്ലാവരും നിൽക്ക് എന്നോട് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ കലാ സാംസ്കാരിക രംഗത്ത് സജീവമായ പ്രശാന്തിയെ പാർട്ടി മോനാച്ചിയിൽ രംഗത്തിറക്കിയത് നിഷ്പക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചാണ്. എനിക്കും അറിയില്ലായിരുന്നു അച്ഛനും അമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന്. അച്ഛൻ്റെത് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മേരത് പെട്ടെന്നാണ് തീരുമാനമായത്. എനിക്ക് ജയോ തോൽവിയൊന്നല്ല, എന്നാലും ജനങ്ങളുടെ മനസ്സിൽ നമ്മളില്ലതുകൊണ്ടായിരിക്കില്ല നമ്മളോട് ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. എല്ലാവരും സപ്പോർട്ട്, ഒരു സഹകരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പിന്തുണയോടുകൂടി തന്നെ ഇവർ 3 പേരും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി പ്രചരണ തിരക്കിലേക്കാണ്. ഇനി എന്തായാലും വോട്ടെടുപ്പ് വരെ ഈ 3 വലിയ തിരക്കിലേക്കാണ് പോകുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.